ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ഒരു കാര്യമാണ്. എന്നാൽ ഒരമ്മയാവുക എന്നത് തീർത്തും വ്യത്യസ്തമായൊരു കാര്യമാണ്. ഏതൊരു സ്ത്രീക്കും പ്രസവിക്കാൻ സാധിക്കും. അതൊരു സാധാരണ പ്രതിഭാസമാണ്. എന്നാൽ ഒരു അമ്മയാവുക എന്നത് ഒരു കലയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി. ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു മനുഷ്യനാണ്. ദി ഗ്രേറ്റസ്റ്റ് ക്രിയേഷൻ. ഒരു ചിത്രകാരൻ ഒരു ചിത്രത്തെ വരയ്ക്കുന്നു. നമ്മളത് വലിയൊരു കലയാണെന്ന് പറയുന്നു. ഉദാഹരണത്തിന് പിക്കാസോ. അദ്ദേഹം വളരെ വലിയൊരു ആർട്ടിസ്റ്റാണെന്ന് നമ്മളെല്ലാവരും പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. പിക്കാസോയെ സൃഷ്ടിച്ച അമ്മയെക്കുറിച്ച് നമുക്കറിയാൻ താല്പര്യമില്ല. ഷേക്സ്പിയറിനെ നമുക്കറിയാം. പക്ഷേ ഷേക്സ്പിയറിനെ സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചോ? കാരണം നമ്മൾ ആരും ഒരിക്കലും ഒരമ്മയെ ഒരു കലാകാരിയായി കണ്ടിട്ടില്ല. സത്യമെന്തെന്നാൽ അമ്മമാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് പീപ്പിൾ. പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളോട് അസൂയാണത്രേ. ഒരമ്മയാവാൻ സാധിക്കാത്തതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴങ്ങളിൽ പുരുഷന്മാർക്ക് സ്ത്രീകളോട് അസൂയാണ്. മറ്റൊരു ജീവനെ തൻ്റെ ഉള്ളിൽ കൊണ്ടു നിറക്കാൻ സാധിക്കാത്തതിനാൽ ആ വിഷമത്തിന് പകരമായി അവൻ ചിത്രങ്ങൾ വരയ്ക്കുന്നു, ശില്പങ്ങൾ ഉണ്ടാക്കുന്നു, കവിതകൾ എഴുതുന്നു, സംഗീതം സൃഷ്ടിക്കുന്നു, ചന്ദ്രനിൽ പോകുന്നു, എവറസ്റ്റ് കീഴടക്കുന്നു. കാരണം അവനും ചിലതൊക്കെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്കും ചിലതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അവൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാത്തിടത്തോളം ഒരു സ്ത്രീയുടെ കപ്പാസിറ്റിയുടെ മുന്നിൽ അവൻ്റെ ജന്മം ഉപയോഗശൂന്യമായി തോന്നുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന പ്രോസസ്സിൽ ഒരു പുരുഷൻ്റെ റോൾ വളരെ ചെറുതാണ്. ഈ മുഴുവൻ പ്രോസസ്സും തുടങ്ങി വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ ജോലി. സത്യത്തിൽ ഒരു ഇഞ്ചക്ഷന് ആ ജോലി ചെയ്യാൻ സാധിക്കും. പ്രഗ്നൻസിയുടെ 9 മാസങ്ങൾ സ്ത്രീകൾക്ക് ഒരേ സമയം സന്തോഷവും വിഷമവും നൽകുന്നു. പക്ഷെ ജോലികളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. സത്യമെന്തെന്നാൽ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നത് കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ വളരെയധികം ഫ്രഷാണ്. എന്നാൽ അത്രയും തന്നെ പ്രാകൃതമായ ഈ മനസ്സിലേക്ക് സംസ്കാരം പകർന്നു കൊടുക്കുന്നത് അവൻ്റെ അമ്മയാണ്. ജീവിതം എന്താണ്, ജീവിതത്തിൻ്റെ വഴികൾ എന്താണ്, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് അവൻ്റെ അമ്മ തന്നെയാണ്. എല്ലാ അമ്മമാരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത്. കുഞ്ഞിൻ്റെ ജനനത്തോടെ ജോലി അവസാനിക്കുന്നില്ല, മറിച്ച് ജോലി അവിടെ ആരംഭിക്കുകയാണ്. ഒരു സാധാരണ ശില്പി ഒരു ശില്പത്തെ കൊത്തിയെടുക്കുന്നു. എന്നാൽ ഒരു അമ്മ കൊത്തിയെടുക്കുന്നത് ഒരു ജീവനെയാണ്. എത്ര മനോഹരമായൊരു കാര്യമാണിത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ കാര്യം ഇതാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും ഇതിനെയൊന്നും സീരിയസ് ആയി എടുക്കരുത്. കാരണം നമ്മൾ സീരിയസ് ആയാൽ നമ്മൾ ആ കുഞ്ഞിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്നു. പ്ലേഫുള്ളായിട്ട് വേണം ഈ റോളിനെ കൈകാര്യം ചെയ്യാൻ. ഉത്തരവാദിത്വം ഇല്ല എന്നല്ല, ഉത്തരവാദിത്വം തീർച്ചയായും ഉണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്വം സ്വീകരിക്കേണ്ടത് വളരെയധികം പ്ലേഫുള്ളായിട്ടാണ്. ഇതൊരു സംഗീതോപകരണം വായിക്കുന്നത് പോലെയാണ്. ഒരാളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അയാൾ വളരെയധികം അനായാസമായി ആസ്വദിച്ചുകൊണ്ട് വായിക്കുമ്പോഴല്ലേ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നയാൾ വളരെയധികം സീരിയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സംഗീതം ഇഷ്ടമാകുമോ? ഇല്ലെന്ന് മാത്രമല്ല, അയാൾ ആ സംഗീതത്തെ നശിപ്പിക്കുന്നു. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ ശ്രദ്ധയും ബോധവും അത്യാവശ്യമാണ്. പക്ഷേ അത്രയും തന്നെ ആവശ്യമാണ് ആസ്വാദനവും പ്ലേഫുൾനെസ്സും. അതില്ലാത്ത പക്ഷം സംഗീതം സുഖമില്ലാത്തതാകുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന പ്രോസസ്സും. ശ്രദ്ധയും ബോധവും ആവശ്യമാണ്. പക്ഷേ സീരിയസ് ആവരുത്. സീരിയസ് ആവുന്ന പക്ഷം നിങ്ങൾ ആ പ്രോസസ്സിനെ നശിപ്പിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരുന്നൊരു കുഞ്ഞിന് ആ ഭാരം താങ്ങാൻ സാധിക്കില്ല. അവൻ അതിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞു പോകുന്നു. ഒരു മനുഷ്യൻ ബുദ്ധനായി മാറിയാൽ, അവൻ ബോധോദയം കൈവരിച്ചാൽ അതിൻ്റെ സുഗന്ധം അവൻ്റെ അമ്മയും സ്പർശിക്കും എന്ന് പറയുന്നു. ഈ വിഷയത്തിലേക്ക് ഉടനെ തിരിച്ചു വരാം. ഒരു കുഞ്ഞിനെ വളർത്തുക എന്നത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2 വശങ്ങളും കുഴി, നടുക്ക് മാത്രം വഴി. ഇങ്ങനൊരു സാഹചര്യത്തിൽ നടക്കേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെ നടക്കും?
ഇടത്തോട്ടും പോകാൻ സാധിക്കില്ല, വലത്തോട്ടും പോകാൻ സാധിക്കില്ല. നടുക്ക് തന്നെ നിൽക്കണം. നടുക്ക് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നതും. ചിലർ അവരുടെ കുഞ്ഞുങ്ങളെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ചിലരാകട്ടെ കുറച്ച് കൂടുതൽ സീരിയസ് ആണ്, കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഇത് രണ്ടും ദോഷമാണ്. രണ്ടും ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു. ഓഷോ പറയുന്നു, ഒരമ്മയാവുക എന്നത് വളരെ വലിയൊരു അവസരമാണ്. ധ്യാനിക്കൂ, പറ്റാവുന്നത്രയും ആഴത്തിലേക്ക് ചെല്ലൂ. കാരണം ഇത്രയും അധികം ഡീപ്പ് ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലും അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം ഒരമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ആഴമുള്ളതാണ്. ഇതുപോലൊരു ബന്ധം മറ്റൊന്നിലുമില്ല. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലും ഇത്രയും അധികം ആഴമുള്ളതല്ല എന്നാണ് ഓഷോ പറയുന്നത്. കാരണം ഒരമ്മയും കുട്ടിയും 9 മാസക്കാലം ഒരു ശരീരമാണ്. അവർ ഒന്നായിട്ടാണ് ജീവിക്കുന്നത്. പ്രസവത്തോടെ ഇവർ രണ്ടുപേരുടെയും ശരീരങ്ങൾ വേറെ വേറെയാകുന്നുവെങ്കിലും അൺകോൺഷ്യസ്ലി ഇവർ ലിങ്ക്ഡാണ്, ഇവർ കണക്റ്റഡാണ് എന്നേക്കുമായി. ഇതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ബുദ്ധയാവുമ്പോൾ, ഒരാൾ ബോധോദയം കൈവരിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അയാളുടെ അമ്മയ്ക്കും കൂടിയാണ്. കാരണം ഫിസിക്കലി അവർ തമ്മിൽ കണക്ഷനില്ല, പക്ഷെ സ്പിരിച്വലി അവർ എന്നേക്കുമായി കണക്റ്റഡാണ്. അതുകൊണ്ട് ഓഷോ പറയുന്നു, മദർഹുഡ് അഥവാ മാതൃത്വം ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക. ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.